ശബരിമലയിൽ വരുമാനത്തിൽ വൻ ഇടിവ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 20 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഭക്തരുടെ എണ്ണത്തിൽ 1.5 ലക്ഷം പേരുടെ കുറവുണ്ടായി. പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിംഗ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്ന് തന്നെ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 8 പറഞ്ഞു. മണ്ഡലകാല തീർത്ഥാടനം ഒരു മാസം പിന്നിടുമ്പോൾ പോയ വർഷത്തേക്കാൾ 20 കോടിയോളം രൂപയുടെ വരുമാനത്തിൽ കുറവുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഈ കുറവിന്റെ കാരണമായിട്ട് വിലയിരുത്തുന്നത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഈ കോവിഡ് പ്രളയമൊക്കെ വന്ന് 2021 വർഷത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ വർഷം കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തി. മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെയുള്ള ഭക്തരുടെ ഒരു പൊതുവായ വിശ്വാസം അയ്യപ്പനൊരു പാർട്ട്ണറായിട്ടാണ്, ഭഗവാൻ അയ്യപ്പനെ അവരൊരു പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ശേഖരിച്ചു വെച്ച കൂടുതൽ കരുതലുകൾ അവർ എവിടെ എത്തുകയും അയ്യപ്പൻ്റെ ഭഗവാന്റെ മുന്നിൽ കാണിക്കയായി സമർപ്പിക്കുകയും ചെയ്തു. ഭക്തർ ഇവിടെ ഈ വർഷത്തെ എത്തിയ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ട്. 1.5 ലക്ഷം ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അത് പ്രളയം, തെലങ്കാനയുടെ ഇലക്ഷൻ അതൊക്കെ മാറി വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അത് മാറി വന്ന് കൂടുതൽ വരുമാനത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെ 28ാമത്തെ ദിവസത്തെ വരുമാനം നമ്മൾ താരതമ്യം ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 21 ലക്ഷം കൂടുതൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചയായി അരവണയുടെ സെയില് 2.25 ലക്ഷമായിരുന്നെങ്കിൽ ഒരാഴ്ച മുമ്പ് വരെയാണെങ്കിൽ ഇന്നലെ മുതൽ അതൊരു 3.25 ലക്ഷമായി. 2 ദിവസം മുമ്പ് അത് 4.25 ലക്ഷം വരെ ആയി വരുന്നു. അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായും മണ്ഡല മകരവിളക്ക് മഹോത്സവം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അവസാന ദിവസത്തെ വരുമാനത്തിലെ വർധനവ് പ്രതീക്ഷ നൽകുന്നതാണ് അല്ലേ? തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പമ്പ ഹിൽ ടോപ്പിലെ പാർക്കിങ്ങിനെ കുറിച്ചാണ്. റിവ്യൂ ഹർജി നൽകുമെന്നാണ്. അതായത് കഴിഞ്ഞ ഈ പ്രളയത്തിന് ശേഷമൊക്കെ പമ്പ ഹിൽ ടോപ്പിലെ പാർക്കിംഗ് നിരോധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു റിവ്യൂ ഹർജി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബോർഡ് തീരുമാനിച്ചു. അതനുസരിച്ച് ഇന്ന് റിവ്യൂ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന് അത് അനുവദിച്ച് കിട്ടിയാൽ ഏതാണ്ട് 2500ഓളം ചെറിയ വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അത് നിലയ്ക്കലിൽ നിന്ന് നമുക്ക് കൂടുതൽ വണ്ടികൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിലയ്ക്കൽ കുറച്ച് കൂടുതൽ വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ വീക്കെൻഡാണ്, ശനി ഞായർ അവധി ദിവസങ്ങളാണ്. വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ടും മുന്നൊരുക്കങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 2-3 ദിവസം കഴിഞ്ഞ ഹോളിഡേക്ക് ഉണ്ടായ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അത് പരിഹരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവലോകനം വിളിച്ചു. മന്ത്രി ഇന്നലെ ഇവിടെ എത്തി അവലോകനം ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ ഒരു മുൻകരുതൽ ഉണ്ടാവും. അതിനെയൊക്കെ സംബന്ധിച്ചൊരു നടപടിക്രമങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ഒരു ആശങ്കയുമില്ലാതെ വിശ്വാസികൾക്ക് എവിടേക്ക് കടന്നു. 18 പടിയിലെ വേഗത കുറയില്ലാന്ന് ചുരുക്കം അല്ലേ? 18 പടിയുടെ വേഗത വേഗതയുമായി ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട DGP ഇന്നൊരു പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഒരുമിച്ച് മാറാതെ 50% ആളുകൾ മാറി 50% പേരെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് മാറ്റുന്നൊരു സ്ഥിതിവിശേഷം. ഇതെല്ലാം പരിഹരിക്കേണ്ട കാര്യങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങളുണ്ടല്ലോ. ഈ ചെറിയ പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വരുമാനത്തിലെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് മുന്നിൽ കണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സുമേഷ് മൊറാഴയ്ക്കൊപ്പം CVN ന്യൂസ് 18.